ഒരു കന്യാസ്ത്രീ ആണുങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ഗർഭിണിയാണ്. നിങ്ങൾ എന്ത് പറയും? ദൈവത്തിന് അത്ഭുതം, അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇമാക്കുലേറ്റ് എന്ന പടത്തിൻ്റെ കോർ എലമെൻറ്റ്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സാത്താനിക് ഹൊറർ സിനിമയല്ലത്. ദൈവത്തിന് അത്ഭുതം എന്ന് വിചാരിച്ചിട്ട് കാണാൻ തുടങ്ങിയാൽ അതുമല്ലത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തികച്ചും വയലൻറ്റും ക്രൂരമായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ സിനിമ. നായിക സിസിലിയ സിഡ്നി സ്വദേശിനിയാണ്. ചെറുപ്പത്തിൽ മഞ്ഞുമലയിലെ തടാകത്തിൽ വീണ് മരിക്കാൻ കിടന്നപ്പോൾ രക്ഷപ്പെട്ട ആളാണ് സിസിലിയ. അതുകൊണ്ട് ദൈവം എന്നെ ജീവനോടെ ബാക്കി വെച്ചത് എന്തോ വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. അങ്ങനെ ഇറ്റലിയിലുള്ളൊരു പവിത്രമായ വളരെ ഭംഗിയുള്ളൊരു കന്യാസ്ത്രീ മഠത്തിൽ സിസിലിയ എത്തുവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ശാന്തവും ദൈവികവുമായ സ്ഥലം. പക്ഷെ അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് സിസിലിയക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ മഠത്തിലെ കാര്യങ്ങൾ അത്ര സുഖമുള്ളതല്ല. അങ്ങനെ ഒരു ദിവസം സിസിലിയക്ക് രാവിലെ ഭയങ്കര ഛർദിലും തലകർക്കവും തുടങ്ങി. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടുത്തെ മഠത്തിലേറെ ഞെട്ടുവാണ്. സിസിലിയ ഗർഭിണിയാണ്. അവിടെയുള്ള അച്ഛന്മാരും മുതിർന്ന കന്യാസ്ത്രീകളും പറയുക, ഇത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്, അടുത്ത മേരി മാതാവാണ് നീ. സിസിലിയെ അവർ ഒരു രാജ്ഞിയെ പോലെ നോക്കാൻ തുടങ്ങുന്നു. പക്ഷേ ദിവസം കഴിയുമ്പോഴും കാര്യങ്ങൾ പന്തിയല്ല സിസിലിയക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് ഭയാനകമായ സ്വപ്നങ്ങൾ വരുന്നു, പല്ലുകളൊക്കെ കൊഴിയുന്നു. അവളുടെ കൂട്ടുകാരെ മറ്റൊരു കന്യാസ്ത്രീ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അവളുടെ നാക്കാര പിഴെടുത്തിരുന്നു. ഇനിയാണ് സിനിമയിലെ വൻ ട്വിസ്റ്റ് പുറത്തു വരുന്നത്. സിസിലിയ ശരിക്കും ഗർഭിണിയായത് ദൈവീയ ശക്തി കൊണ്ടൊന്നുമല്ല. ആ മഠത്തിലെ ഫാദർ ടെസ്കി ഒരു ജനറ്റിക് ശാസ്ത്രജ്ഞനായിരുന്നു. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച ആ ആണിയുടെ ഭാഗങ്ങളിൽ നിന്ന് DNA എടുത്ത് അതിലൂടെ യേശുവിനെ വീണ്ടും ജനിപ്പിക്കാൻ അയാൾ പെൺകുട്ടിയിൽ അനധികൃതമായ പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് പല കന്യാസ്ത്രീകളും ഇയാളിത് പരീക്ഷിച്ചെങ്കിലും ആ കുഞ്ഞുങ്ങളെല്ലാം വികലാംഗരായിപ്പോയി. പക്ഷേ സിസിലിയുടെ ഗർഭപാത്രത്തിൽ മാത്രമാണ് ആ കുഞ്ഞ് പൂർണ്ണമായും വളർന്നത്. താനൊരു സയൻസ് പരീക്ഷണത്തിൽ ഇര മാത്രമാണെന്ന് മനസ്സിലാക്കിയ സിസിലിയ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നതൊരു അതിജീവന പോരാട്ടമാണ്. മഠത്തിലെ തലവന്മാരെ ഓരോരുത്തരെ അവൾ കൊന്നിട്ട് ലബോറട്ടറി കത്തിച്ച് സിസിലിയ പുറത്തേക്ക് ചാടുവാണ്. അപ്പം ആ കോൺവെൻറ്റിനുള്ളിൽ തന്നെ ഗുഹയിൽ വെച്ചിട്ട് അവൾ ആ കുഞ്ഞിന് ജന്മം കൊടുക്കും. ആ സീൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സീനാണ്. യാതൊരു ഡയലോഗ് ഡെലിവറിയും ഇല്ല. സിഡ്നി സ്വിനിയുടെ അതിഗംഭീര പെർഫോമൻസ്, എക്സ്പ്രഷനും നിലവിളിയും കൊണ്ട് മാത്രം കിട്ടില്ല പെർഫോമൻസാണ്. പ്രസവിച്ച് കഴിഞ്ഞ ശേഷം അവൾ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ അത് സാധാരണ മനുഷ്യൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നത്, ഒരു മൃഗത്തെ പോലെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞാണത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവിടെ കിടന്നൊരു പാറക്കഷ്ണം എടുത്ത കുഞ്ഞിനെ ചതച്ചരയ്ക്കുകയാണ്. അവിടെ കൊണ്ട് മൂവി അവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും സെക്കൻഡ് ഹാഫിൽ പടം കാണിക്കുന്ന വയലൻസും ബോഡി ഹോറും സിഡ്നി സ്വിനിയുടെ അഭിനയമൊക്കെ വേറെ ലെവലാണ്. മതത്തിൻ്റെയും സയൻസിൻ്റെയും പേരിൽ സ്ത്രീ ശരീരത്തിൽ നടത്തുന്ന ക്രൂരതകൾക്കുള്ള ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഈ ചിത്രം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമാക്സിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിടുക്കൻ കഥകളും മൂവി റിവ്യൂവുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം. ബൈ.